ഹലോ, എല്ലാവർക്കും ആദി പട്ടാമ്പിയൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നിട്ട് വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ ദിവസമായിട്ട് അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അമ്മയ്ക്കൊന്ന് ഭേദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അമ്മയാണ് കേട്ടോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. രാവിലെ അമ്മയാണ് ഉണ്ടാക്കാറ്, പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായതിനു ശേഷം ഞാനാണ് ഉണ്ടാക്കാറ്. ഇന്ന് അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലെ കഴിക്കാൻ എന്താ അമ്മ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പുട്ടും പയറുകറിയാണ് കേട്ടോ. പയറുകറി പറഞ്ഞാൽ പയറ് വെച്ചിട്ടുള്ള കറിയാണ്. അമ്മ പയറുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൽ 2 പട്ടയുടെ ഇടാറുണ്ട്. അപ്പോൾ പരീക്ഷ മോഡലാവാറായതുകൊണ്ടൊന്നും എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ രാവിലെ നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത് കിട്ടുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് വേണം പോകാനായിട്ട്. അമ്മ അരിപ്പൊടി വെച്ചിട്ടും പുട്ടുപൊടി വെച്ചിട്ടും പുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ പുട്ടുപൊടിയായിട്ട് ഉണ്ടാക്കണ പുട്ടിനെക്കാട്ടിലും ഇഷ്ടം അരിപ്പൊടി ആയിട്ട് ഉണ്ടാക്കണ പുട്ടാണ് കേട്ടോ. പിന്നെ ചായക്കും കുടിക്കാനുമായിട്ട് ഞങ്ങൾ ഒരു വട്ടം വെള്ളം വെക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാവിലെ കുടിക്കാനായിട്ട് വേറെ വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിന് കുറച്ചും കൂടി മാറ്റി ജീരകം ഇട്ടിട്ട് കുടിക്കാനുള്ള വെള്ളം മാറ്റിയും പിന്നെ ചായക്ക് വേണ്ടിയിട്ട് വേറെ വെള്ളം മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. ചായ അപ്പോൾ തിളച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ചായ തിളച്ചപ്പോഴത്തേന് നമ്മൾ ഫുഡ് റെഡി ആയിട്ടോ ആവി വരുന്നുണ്ട്. ഇതെൻ്റെ അനിയനാണ്. ഇവനെപ്പോൾ നെരുട്ടോ പറഞ്ഞൊരു സീരീസ് കാണാറുണ്ട് കേട്ടോ. അപ്പം അത് കാണുന്നത് കൊണ്ട് തന്നെ പഴയ പുസ്തകങ്ങളിലൊക്കെ ഫുള്ള് നെരുട്ടോൻ്റെ ചിത്രമാണ് എൻ്റെ വീട്ടിൽ. സമയത്ത് അമ്മ ഇവിടെ കറി തയ്യാറാക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ആണ് എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതിലെല്ലാ സംഭവങ്ങളും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ സമയത്ത് എൻ്റെ അനിയൻ ഫുഡ് കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടിട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടോക്കൺ എടുത്ത് OP എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്റേ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരം വഴികൊണ്ടാണ് പോയത്. പിന്നെ അവിടെ എത്തിയപ്പോൾ OP കഴിയാറായിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോകണ്ട. അപ്പോൾ ട്രെയിൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് നടന്നുകൊണ്ട് അമ്മക്ക് വയ്യ പറഞ്ഞിട്ട് ഞാനും അമ്മയും കുറച്ച് നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പട്ടാമ്പിയിൽ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ ലിഫ്റ്റ് വന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അധികം ഈ ലിഫ്റ്റാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് നടക്കാം കേട്ടോ. വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് പുഴുങ്ങി കഴിച്ചിട്ട്. പിന്നെ ഞാൻ വെള്ളം കോരാൻ പോയി. വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആ സീനൊക്കെ ഒന്ന് എടുത്തതാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ വെള്ളം ഇപ്പോൾ ആദ്യത്തെ പോലെ കുറച്ച് അടിയിലെത്തിയിട്ടുണ്ടായിരുന്നു, കയറെത്തുണ്ടായില്ല. എന്നാലും കാണാനുണ്ട്. എൻ്റെ ക്യാമറ ഒന്നാമത് ക്ലിയർ ഇല്ല. ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ബാക്ക് ക്യാമറയും 2 ക്യാമറ ഉണ്ടായാലും ഒന്ന് തീരെ ക്ലിയറില്ല, ഒന്ന് കുറച്ചൊക്കെ ക്ലിയർ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ്. 1:30 ആയപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടോ. അവിടെ ഇന്ന് ആനുവൽ ഡേ ആയിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും അനിയനൊക്കെ കൂടിയിട്ടാണ് പോയത്. ഇതെൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. ബായ്.